പ്രഹസനം ഷോ ദുൽഖറിൽ നിന്ന്, ഫഹദിൽ നിന്ന് ഒരു ലെവൽ ഓഫ് മിസ്റ്ററി ഉണ്ട്. നമുക്ക് എന്താണ് വരുന്നു, ജസ്റ്റ് സീൻ ചെയ്യുന്നു, എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്നു പോകുന്നു. ഇതിൽ കൂടുതൽ നമുക്കൊന്നും അറിയില്ല. ബേബിയെ കല്യാണം കഴിച്ച് സുഖമായി ആ ഹോം സ്റ്റേ നടത്തി ജീവിക്കുന്നു. അവർക്കിപ്പോൾ 2 വയസ്സുള്ള ഒരു മകനുണ്ട്. 2 വയസ്സുള്ള മകൻ്റെ ഫുൾ ക്യാഷ് കൊടുത്തെടുത്താ വണ്ടി. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇടി വീട്ടിൽ കയറി ഇറങ്ങൂട്ടോ. വരട്ടെ. മാസ്ക ബാബ്. ഇത്രയും ധൈര്യമുള്ളൊരു പബ്ലിക് ഫിഗർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവർ വീട്ടിലേക്ക് വരട്ടെ. എത്ര ഇമ്മയുണ്ട് സത്യം പറ. നസ്ലൻ, സന്ദീപ്, ഹാഷിർ ഈ കൂട്ടത്തിൽ ആദ്യം ഡിഫൻഡർ ഒക്ട എടുക്കാൻ പോകുന്നവരായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? ചുമ്മാ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ. ഇവരിൽ ആരാണ് ഷർട്ട്ലെസ് ആയി വന്ന തിയേറ്ററിൽ കൈയടി വീഴുക? ലൈഫ് സ്മാർട്ട് ആക്കാൻ ടെക്യുണ്ട്. ട്രെൻഡിനൊപ്പം മുന്നേറാം, ടെക്യുവിനൊപ്പം അപ്ഡേറ്റ് ആകാം. ലൈഫിന്റെ റിയാലിറ്റി ഒക്കെ തിരിച്ചറിഞ്ഞ് പ്രായം ഒരു 30-ലോട്ട് കടന്നു. ശരാശരി 30 വയസ്സുകാരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 30 വയസ്സെത്തുമ്പോഴത്തേക്ക് ഒരു പ്രേമം ഉണ്ടെങ്കിൽ അത് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, പ്രാരാബ്ദമൊക്കെ വന്നിട്ടുണ്ടാവും, മിനിമം ഒരു 2 EMI അല്ലെങ്കിൽ ഹോം ലോൺ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഒരു ബാങ്കബിൾ ആക്ടർ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ ആക്ടർ 30 വയസ്സുകാരനുള്ള പ്രിവിലേജസ് എന്തൊക്കെയാണ്? എന്താണെന്ന് ഞാനിങ്ങനെ ഇടക്കാലേ ആലോചിക്കാറുണ്ട്. എന്താണ് എനിക്കുള്ള പ്രിവിലേജസ് ഉണ്ട് ബ്രോ. ആൾക്കാരുടെ റെക്കഗ്നീഷൻ, ഇപ്പൊ നമ്മളൊരു ഫെയിം വരുമ്പോൾ ആൾക്കാരുടെ സ്നേഹം, നമ്മളെവിടെ പോകുമ്പോഴൊരു സ്നേഹമുണ്ട്, അതിനോടൊപ്പം വരുന്ന ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതിന്റെ ഒരു ബാലൻസിങ് ഉണ്ട് ബേസിക്കലി. അവിടെയാണ് നമ്മളൊരു ആക്ടർ ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ. ഹൗ ടു ഹാൻഡിൽ യുവർ ബ്ലെസ്സിങ്സ്, അത് ശരിക്കും ഒരു വലിയ പരിപാടിയാണ്. 19-ാം വയസ്സിലാണ് ഹീറോ വേഷം ചെയ്തത്. 21-ാമത്തെ വയസ്സിൽ അത് ഇറങ്ങി. അവിടെ മുതൽ എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ജീവിച്ചിരുന്ന ഒരു രീതിയുടെ നേരെ മാറുന്ന ചുറ്റുപാടുകളുണ്ടായിരുന്നു, കാഴ്ചപ്പാടുകൾ, വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ നമ്മൾ ഓരോ പോയിന്റിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ പോയിന്റിൽ നിന്ന് ഇപ്പൊ നമ്മൾ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാന്നുള്ളൊരു സാധനമുണ്ട്. അത് വലിയൊരു പ്രോഗ്രാമാണ്. അത് നമുക്ക് അനുഭവിച്ച് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഞാനത് എങ്ങനെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ഷെയർ ചെയ്താലും കാണുന്ന പ്രേക്ഷകന് അത് കണക്ട് ആവില്ല. മനസ്സിലായി. ഇപ്പൊ വേറൊരു ആക്ടർ ടു ആക്ടറാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫെയിം നിൽക്കുന്ന ഒരാളാണ് സംസാരിക്കുന്നത്, അയാൾക്ക് കിട്ടും, പെട്ടെന്ന് മനസ്സിലാവും. അല്ലാത്തവർക്ക് ഇത് അവരൊക്കെ വലിയ ഈ സാധനമാണെന്ന് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഒരു ശരാശരി ഒരു ലീഡ് ആക്ടർ അനുഭവിക്കുന്ന പ്രഷർ എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലുതാണ്. കാര്യം നമ്മള് ഇപ്പൊ ഒരു നല്ല റിവ്യൂ വന്നാൽ കൂടെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് ആൾക്കാരിലേക്ക് മാക്സിമം എത്തിക്കുക. നമ്മുടെ ഇമേജിങ്, അത് ഈ പടത്തിന്റെ ബ്രാൻഡിങ്, ഇതിനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കുന്നത് ആരെയാണ്? ലീഡ് ആക്ടറിനാണ്. എന്നാൽ ഈ ലീഡ് ആക്ടറിന്റെ മാത്രമുള്ള ഒരു പരിപാടിയാണോ പടം? അല്ല. ഈ ലീഡ് ആക്ടറിന് അറ്റ്ലീസ്റ്റ് ഒരു സേ എങ്കിലും ഉണ്ടാവാറുണ്ടോ? വളരെ കുറവാണ് ബ്രോ. അത് നമ്മൾ സേ ഉള്ള സ്ഥലം ചൂസ് ചെയ്ത് പിന്നെ നമ്മൾ നിൽക്കേണ്ടേക്കുള്ള സിറ്റുവേഷൻ ഉണ്ട്. അത് ഞാനിപ്പോ കോൺഷ്യസ്ലി അങ്ങനെ ചെയ്യുന്നുണ്ട്. കാര്യം അതില്ലെങ്കിലാണ് ഏറ്റവും കൂടുതൽ പണിയാവുന്നത്. പക്ഷെ നമുക്കൊന്നും പറയാനും പറ്റില്ല, മിണ്ടാണ്ടല്ല, അനുസരിക്കുകയും വേണം. നമ്മൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ചില സമയത്ത് ഇതിലെന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ആ സാധനം അവിടെ ഓഡിയൻസ് പറയുന്നുണ്ടാവും. ഈ 30 വയസ്സിന്റെ കാര്യം പറഞ്ഞു വന്നതിനകത്ത് പ്രധാന ചോദ്യത്തിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. ഈ 30 വയസ്സ് കഴിയുമ്പോൾ ഞങ്ങളെപ്പോലെ ഞങ്ങൾക്ക് EMI ഉള്ള പോലെ ഷെയ്ൻ നിഗത്തിനും ഒക്കെ EMI ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എത്ര EMI ഉണ്ട് സത്യം പറയൂല. ഇടയ്ക്കിടയ്ക്ക് കാറുകളൊക്കെ മാറുന്നുണ്ട്, മറ്റേ താമസം മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും കാറുകളൊന്നും മാറുന്നൊന്നുമില്ല. എത്ര ലക്ഷറി കാറുണ്ട്? 2 വണ്ടിയില്ലേ? 2 വണ്ടി. അപ്പൊ അതിനെന്തായാലും EMI ഉണ്ട്? പറയൂല. ഫുൾ ക്യാഷ് കൊടുത്തെടുത്താ വണ്ടി? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇടി വീട്ടിൽ കയറി ഇറങ്ങൂട്ടോ. വരട്ടെ, വെൽക്കം എന്ന് പറയും ഞാൻ. മാസ്ക ബാബ് വരാൻ പറയിരിക്കും. എന്തും നോക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത്യാവശ്യം കുറെ പേരൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇത്രയും ധൈര്യമുള്ളൊരു പബ്ലിക് ഫിഗർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവർ വീട്ടിലേക്ക് വരട്ടെ, ഞാൻ റെഡിയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ, ബാങ്കിന്റെ അവസ്ഥ വെച്ചിട്ട് ED വേണമെങ്കിൽ കൂടെ കുഴപ്പമില്ല. നിങ്ങൾക്ക് അടുത്ത 5 കൊല്ലത്തേക്ക് ടാക്സ് അടക്കണ്ട, നിങ്ങൾ അടക്കണ്ട, നിങ്ങൾ അനുഭവിക്കുന്ന വെച്ചിട്ട് കുഴപ്പമില്ല ബ്രോ, വിട്ടോ. ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ EMI അടുത്തോടൊപ്പം തന്നെ ഷെയ്ൻ്റെ ഒരു ഗേൾ ഇൻട്രസ്റ്റ് ആഫ്റ്റർ 30 ചേഞ്ച് ആയിട്ടുണ്ടോ? എങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ് ഷെയ്ൻ എന്ന് തിരിഞ്ഞൊന്ന് രണ്ടാമത് നോക്കും? ഞാൻ പറഞ്ഞ 20 വയസ്സുകാരൻ ഷെയ്ൻ്റെ ആ പെർസ്പെക്റ്റീവ് മാറിയിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ. പണ്ടും അങ്ങനെ നോക്കാറൊന്നുമില്ല, വലിയ കാര്യമില്ല. നമുക്ക് അതൊരു വൈബ് കണക്ട് ആയി വരണം. വാട്ട് ഈസ് ദാറ്റ് വൈബ്? എന്താണ്? എന്തായാലും ലുക്സ് രണ്ടാമതാണ്, പക്ഷെ ഒരാളുടെ സംവേർ ആ ഒരു ഓറ. മനസ്സിലായി. നിങ്ങളും പൃഥ്വിരാജും ഒക്കെ മറ്റേ ഓറയുടെതല്ല, ഓറയും ബുദ്ധിയും തമ്മിൽ ഒരു ക്രൈറ്റീരിയാസ് വെച്ചോണ്ട് ഞാൻ പറഞ്ഞതാ. അല്ലല്ല, അത് രണ്ട് പരിപാടിയാണ്. ബുദ്ധി എന്നുള്ളതല്ല, ബുദ്ധി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബുദ്ധിയൊന്നും വലിയ ആവശ്യമൊന്നുമില്ല. പക്ഷെ അത് നല്ല സമാധാനം ആയിരിക്കണം. ആ സമാധാനം, അതാണ് കറക്റ്റ്. കൂടെ ഉള്ളപ്പോ സമാധാനം,
അത് അവിടെയാണ് ആ പരിപാടി ഇരിക്കുന്നത്. ഓക്കെ, അത് പോയിന്റ്. ഇത് ഇത്രയും നാളിനിടയ്ക്ക് സമാധാനമുള്ളൊരു പെൺകുട്ടിയെ കണ്ടുകൂട്ടിയില്ലേ? പിന്നെ എന്റെ പാടായിരുന്നു, സമാധാനം പോയതേ ഉള്ളൂ. സമാധാനം പോവുകയാണെങ്കിൽ ഓടി തള്ളുന്നതാണ് നല്ലത്. ഓക്കെ, ബിനുവിന്റെ പേടികൾ അല്ലെങ്കിൽ വിജയുടെ വൾണറബിലിറ്റി. ബിനു പേടിക്കുന്നതാണ് പ്രേക്ഷകൻ പേടിക്കുന്നത്. അതെ അതെ, വിജയ് കണ്ടെത്തുന്നതാണ് പ്രേക്ഷകൻ അറിയുന്നത്. ഇത് ആക്ച്വലി ഒരു ആക്ടർക്ക് വൻ പണിയല്ലേ? അതായത് ആ റെസ്പോൺസിബിലിറ്റി സമാധാനമുള്ള പരിപാടിയാണ്. അതിന് നമ്മളിൽ ഒതുങ്ങുന്നതല്ലോ, നമ്മുടെ ലോകത്താണ് ഇത് നിൽക്കുന്നത് മൊത്തം. ഓക്കെ, സോ അത് കുറച്ചും കൂടെ സമാധാനമുള്ള കാര്യം. എനിക്കിത് ഈ പെർഫോം ചെയ്യുന്ന ആ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രോ. അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് അത് ചെയ്യുമ്പോഴൊക്കെ. അതിപ്പോ ഇവന് എന്ത് ഏറ്റവും ഡിപ്രസിങ് സീൻ ചെയ്യുമ്പോൾ പോലും അത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര സംഭവമാണ്. അത് വൻ കിക്കാണ്. ഓക്കെ, സോ ഈ അതുപോലെ തന്നെ ഷെയ്ൻ്റെ ഫൈറ്റുകൾ എടുക്കുകയാണെങ്കിൽ RDX-ലുണ്ട്, ബൾട്ടിയിലുണ്ട്, അന്നേ റസൂൽ തുടങ്ങിയാണ് അടിയോടി പൊരിഞ്ഞടി. അത് വേറെ ലെവൽ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഫിലിം മേക്കേഴ്സ് ഇത് ക്യാപ്ചർ ചെയ്യുന്നത് ഓരോ തരത്തിലാണ്, അക്കോർഡിംഗ് ടു ഫിലിം മേക്കർ. അപ്പൊ ഈ ആക്ടർക്ക് ഈ ഫൈറ്റുകൾ ഡിഫർ ചെയ്യുമോ? ഫിലിം മേക്കർ ക്യാപ്ചർ ചെയ്യുന്ന രീതി അനുസരിച്ചിട്ട് ആക്ടർക്ക് ആ ഫൈറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരും. എങ്ങനെയാണ് സംഭവിക്കുക? ഇപ്പൊ അന്നേ റസൂൽ ഒറിജിനൽ ഇടിയായിരുന്നു. ദൂരെ ക്യാമറ വെച്ചിട്ട് ഒരു ഗിമിക്സും ഇല്ല, അതേ എടുത്തതാണ് ഒറിജിനൽ ഇടി. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തു. ഫഹദ് ഇങ്ങോട്ട് ഇടിച്ചോ, ഷെയ്ൻ ഫഹദിനെ ഇടിച്ചോ? രണ്ടും സംഭവിച്ചു. പക്ഷെ ആ ടൈമിൽ പിന്നെ നമ്മളിതൊന്നും അടിയെന്ന് പറയുമ്പോ കിട്ടാ കൊടുക്കുക ആ ഗെയിമായിരുന്നു. എനിക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഇത് ഈ ക്യാരക്ടറിന്റെ ആ മറ്റേ ഇതിലേക്ക് കയറുമ്പോഴത്തേക്ക് ഫൈറ്റിന്റെ സമയത്ത് നൈസായിട്ട് കയ്യിൽ നിന്ന് പോയിട്ട് ഇടിയൊക്കെ ഒറിജിനലൊക്കെ കൊള്ളും ചിലതൊക്കെ. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനൊരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും പതുക്കെ കൺട്രോൾ ചെയ്ത് അടി കൊള്ളാത്തത്. ഇപ്പൊ ബൾട്ടിയൊക്കെ അത്യാവശ്യം നല്ല സേഫ് ഇടിയാണ് ഇടിച്ചത്. അതായത് കൊള്ളാതിരിക്കാൻ എന്നുള്ള ചിലപ്പോ അതൊക്കെ അറിയേണ്ടതൊക്കെ കൊണ്ടൊക്കെ പോകും. ബൾട്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ തല ഇടിച്ച് ഒരു ദിവസം മൊത്തം ബോധം കെട്ടും. ബോധമൊന്നുമല്ല, 2 വിഷനൊക്കെ ആയിട്ടാണ് കണ്ടോണ്ടിരുന്നത്. അങ്ങനെയൊക്കെയുള്ള സീനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ഫൈറ്റിന്റെ ഭാഗമാണ്. ആദ്യമായിട്ട് ഇൻസ്പയർ ചെയ്ത ഫിലിം മേക്കർ അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയ ഒരു പരിപാടി തന്നെ റസൂലാണ്. രാജീവ് രവി അടങ്ങുന്ന ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ അത്തരം സിനിമാക്കാർ സിനിമയ്ക്ക് ഈ കഴിഞ്ഞൊരു 10 വർഷത്തിൽ വരുത്തിയൊരു മാറ്റം എന്താണ്? റിയലിസം ആണ് എനിക്ക് തോന്നുന്ന രാജീവ് സാർ കൊണ്ടുവന്നൊരു പരിപാടി. ഓക്കെ, ജീവിതഗന്ധിയുള്ള വിഷ്വല് കാര്യങ്ങൾ, അതിനോട് നമുക്കൊരു അട്രാക്ഷൻ തോന്നി തുടങ്ങിയ ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ അന്നേ റസൂലായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് അത്ര നാളും കണ്ടിട്ട് ഇപ്പൊ പടമേയല്ല. അതെ. പിന്നീട് നമുക്ക് പറയാം, ഇപ്പൊ അതിനെ കുറച്ച് കൊമേഴ്ഷ്യലൈസ് ചെയ്തവരാണ് ഇപ്പൊ ഈ പറഞ്ഞ ദിലീഷ് ഏട്ടനും ശ്യാമേട്ടനൊക്കെ, മഹേഷ് ആണെങ്കിലും കുമ്പളങ്ങി ആണെങ്കിലും. പിന്നെ അതിനെ കുറച്ച് കൊമേഴ്ഷ്യലൈസ് ആക്കി കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് റിയലിസത്തിനെ സ്പ്രെഡ് ചെയ്തു എന്നുള്ള. ഷെയ്ൻ്റെ എനിക്ക് തോന്നുന്നു മുതലെടുക്കണ സജീൻ മറ്റേ അടങ്ങുന്ന ഈ സിനിമയിലെ കുറെ അധികം ഡയലോഗ്സ് അടുത്ത കാലത്തെ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ റിയൽ ലൈഫിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കും ആ ഡയലോഗ് പറയുന്ന സമയത്ത് ഇതിങ്ങനെ ആൾക്കാർ ഇത്രയും ഇഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ അതിങ്ങനെ ഒരു നമ്മുടെ കൾച്ചറിന്റെ പാർട്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല. പ്രഹസനം. അപ്പൊ ഞാൻ ചോദിച്ചാൽ പ്രഹസനം ഷോ അത്രേ എനിക്ക് അറിയുള്ളൂ. സോ രാജീവ് രവി സ്കൂളിൽ പരിപാടി തുടങ്ങിയ അല്ലെങ്കിൽ ആ പടത്തിൽ തുടങ്ങിയത് കരിയറിന്റെ തുടക്കത്തിലെ വർഷങ്ങളിൽ തന്നെ ഷെയ്നിന് കിട്ടിയൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഷെയ്നിന്റെ ആ ചെയ്ത സിനിമകളിലെല്ലാം തന്നെ ഇപ്പോൾ ഷെയ്ൻ നിൽക്കുന്ന സ്പേസിലുള്ള യങ് ബാങ്കബിൾ ആക്ടേഴ്സിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. ലൈക്ക് DQ, ഫഹദ്, എല്ലാവരുടെയും കൂടെ, ദുൽഖറിൽ നിന്ന്, ഫഹദിൽ നിന്ന്, ഇവരെ പോലുള്ള കൊമേഴ്ഷ്യൽ ഈ പറഞ്ഞ ബാങ്കബിൾ പരിപാടികളും ചെയ്യുന്ന ആക്ടേഴ്സിൽ നിന്ന് ഓൺ ആൻഡ് ഓഫ് ക്യാമറ ഷെയ്ൻ പഠിച്ചത് എന്താണ്? DQ എന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഒരു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഓൾറെഡി കൂടെ ഉണ്ട്. അതായത് ഒരു മാനേജർ, ഐ മീൻ അതിനൊരു കറക്റ്റ് വേ ഉണ്ട്. പിന്നെ ഒരു ലെവൽ ഓഫ് മിസ്റ്ററി ഉണ്ട്. നമുക്ക് എന്താണ് വരുന്നു, ജസ്റ്റ് സീൻ ചെയ്യുന്നു, എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്നു, പോകുന്നു. ഇതിൽ കൂടുതൽ നമുക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അതൊക്കെ ഭയങ്കര ഇന്റൻസ് ആണ്. എനിക്ക് അന്നേ റസൂലാണ് ഫഹദ്ക്കാടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. അറിയില്ല, അകത്തുനിന്ന് ഒരു സാധനം വരുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമോഷണലി അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അഭിനയിച്ചിട്ടുള്ള പോലെ തോന്നുന്നു. നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാണ്. ഓക്കെ, ഷെയ്ൻ നിഗത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഞങ്ങൾ കണ്ട് കൈയടിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ. ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സിലെ ബോബി, ഇഷ്കിലെ സച്ചി, നമ്മുടെ ദൃഢത്തിലെ വിജയ് രാധാകൃഷ്ണൻ, ഭൂതകാലത്തിലെ വിനു. ഇതിൽ കുമ്പളങ്ങി നൈറ്റ്സിലെ ബോബി ഇപ്പൊ എന്ത് ചെയ്യുമായിരിക്കും എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ബോബി ഒരിക്കലും ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഓക്കെ, അയാൾ അന്നേക്കുള്ള ആവശ്യത്തിനായി മീനൊക്കെ പിടിച്ച് ചില്ല് ചെയ്ത് നടക്കണുണ്ടാവും. ഇപ്പോഴും ആ വലയൊക്കെ ആയിട്ട് മിക്കവാറും അതിന്റെ അവിടെ തന്നെ ആ വലയുടെ സൈഡിൽ തന്നെ കിടക്കണുണ്ടാവും. അത്യാവശ്യം മീനൊക്കെ പിടിക്കും, വീട്ടിൽ വരിക. ആ പ്രോഗ്രാം ആവാനേ സാധ്യതയുള്ളൂ. ബോബിനെ മൈൻഡ് സെറ്റ് അതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞങ്ങൾ എയോട് ചോദിച്ചു ബോബി ഇപ്പൊ എന്ത് ചെയ്യുമായിരിക്കും എന്ന്.
എ പറഞ്ഞ പ്രഡിക്ഷൻ കേൾക്കണോ? കേൾക്കാം. ബോബി ബേബിയെ കല്യാണം കഴിച്ച് സുഖമായി ആ ഹോം സ്റ്റേ നടത്തി ജീവിക്കുന്നു. അവർക്കിപ്പോൾ 2 വയസ്സുള്ള ഒരു മകനുണ്ട്. 2 വയസ്സുള്ള മകൻ്റെ ഒക്കെ. സോ വാട്ട് ഇഫ് ദിസ് ബോബി മീറ്റ്സ് സച്ചി? രണ്ടുപേരുടെയും ക്യാരക്ടർ സ്വഭാവം ഒക്കെ വ്യത്യാസമാണ്. അതെ അതെ. സച്ചി നിൽക്കുന്ന അതിലെ ഏറ്റവും തീവ്ര സാഹചര്യത്തിൽ ബോബി മീറ്റ് ചെയ്യുവാണെങ്കിൽ ബോബി സച്ചിക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? എന്തിനാണ് ബ്രോ ഈ അനാവശ്യമായ സീനിലൊക്കെ ഇടപെട്ട് നമ്മൾ ചില്ലായിട്ടിരിക്കും വെച്ചാനെ എന്ന് പറയും. നിങ്ങൾ ഈ വെറുതെ അനാവശ്യമായിട്ട് ഓവർ തിങ്ക് ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നത്. വാട്ട് ഇഫ് വിജയ് രാധാകൃഷ്ണൻ SA വിജയ് രാധാകൃഷ്ണൻ പേടി ചരണ്ട് നിൽക്കുന്ന വിനുവിനെ കണ്ടാൽ കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? അയാൾ മറ്റേ ഭയങ്കര കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ടൊരു ഹെൽപ്പ് നമുക്ക് ചെയ്യണം. നിങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റിനെ വേണമെങ്കിൽ കാണുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പുള്ളി ഭയങ്കര മറ്റേ സാധനമായിട്ടായിരിക്കും പറയണത്. ഭയങ്കര പ്രാക്ടിക്കൽ സെൻസിബിൾ ആയിട്ടുള്ള നമുക്ക് നിങ്ങൾ ഞാൻ ഹെൽപ്പ് ചെയ്യാം, ആ രീതിയിലൊക്കെ ആയിരിക്കും പുള്ളി ഡീൽ ചെയ്യണം. ഓക്കെ, ഈ പറഞ്ഞ കഥാപാത്രങ്ങൾ ഈ ബോബി വിനു ഇതിലേതിൽ നിന്നാണ് ഷെയ്ൻ നിഗം അഭിനയിച്ച് കഴിഞ്ഞിട്ട് പുറത്ത് കിടക്കാൻ ഏറ്റവും പാടുപെട്ടത്? ബോബി ആയിരിക്കും. ബോബി ആയിരിക്കും. ഓക്കെ, സോ നമ്മളിനി അടുത്തൊരു സെഗ്മെന്റിലേക്ക് കിടക്കുകയാണ്. ഷെയ്ൻ നിഗം ഈസ് അൺമാരിഡ് അല്ലെങ്കിൽ മറ്റേ എലിജിബിൾ യങ് ബാച്ചലർ ഇൻ മലയാളം സിനിമ എന്നൊക്കെ പറയാം. ഷെയ്നെ കൂടാതെ മലയാളത്തിലെ ഒരു അൺമാരിഡ് ഒരു 2-3 യങ് ആക്ടേഴ്സിന്റെ പേര് പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് ആരുടെയൊക്കെ പറയാം? അൺമാരിഡ് യങ് ആക്ടേഴ്സ് ഇൻ മലയാളം. ആക്ടേഴ്സ് എല്ലാവരും അൺമാരിഡ് അല്ലേ ഇപ്പൊ ഇവിടെ? നമ്മുടെ മാത്യു, അസ്ലൻ, ഇവരെല്ലാരും, സന്ദീപ്, ശരിയാ, പറഞ്ഞ റോഷൻ മാത്യു അൺമാരിഡ് അല്ലേ? അതെ. യെസ്, മാരിഡ് അല്ല. ഒരുപാട് പേരുണ്ട്. ഓക്കെ, സോ ഞാൻ ഇതിനകത്ത് ഒരു പ്രധാന പേരുകൾ 3 എടുക്കാം. നസ്ലൻ, സന്ദീപ്, ഇപ്പോ വാഴയിലൂടെ എത്തിയ ഹാഷിർ. ഓക്കെ, അതും പറയേണ്ട പേരാണ് ഇപ്പൊ. അതെ. ഓക്കെ, ഈ 3 പേരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ഷെയ്ൻ നിഗം വന്ന മറ്റൊരു അൺമാരിഡ് യങ് ബാച്ചിലർക്ക് ഇവരെ പറ്റി പറയാം. ഓക്കെ, ഈ കൂട്ടത്തിൽ റെയ്ബാൻ വെച്ച് ലാലേട്ടനെ പോലെ മുണ്ട് മടക്കി കുത്തിയ ആരാണ് മാസ്? അത് വൻ പ്രശ്നവും. കാര്യം ഇവർക്കൊക്കെ വെച്ചാൽ വൻ ഫോളോവേഴ്സാണ്. അവരാരെങ്കിലും പേര് ഞാൻ പറഞ്ഞെന്ന് ഓർത്തു, തീർന്നു. പിന്നെ ഇവന്മാര് ഭയങ്കര ഇതായിരിക്കും. പിന്നെ വന്നിട്ട് ഇതിനെ ഏത് രീതി കാണുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ഹ്യൂമർ രീതിയിലുള്ള ഒരു മാസ് പരിപാടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആഷിർ പ്രോഗ്രാം കയ്യടി 3 പേർക്കും വീഴും. ഞാൻ പറഞ്ഞ അന്നത്തെ സെഗ്മെന്റ് എന്ന് വെച്ചാൽ വേറൊരു തരം മാസല്ലേ. ആ ഒരു മാസം ഇപ്പൊ ഇല്ല ബ്രോ. സത്യം. നിങ്ങൾ യങ്സ്റ്റേഴ്സ് ഒന്നും എന്താ ലാലേട്ടൻ നമുക്ക് ചെയ്ത മാസം ചെയ്യാതെ? കാരണം നമ്മുടെ കാലഘട്ടം മാറി. ആ മാസമായിട്ട് നമ്മൾ ഇനി വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല അതല്ല ഇന്ന്. കാരണം നമ്മുടെ മാസിന്റെ ഡെഫിനിഷൻ മാറി. മാസിനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ കുറച്ചും കൂടി റിലേറ്റബിൾ മാസാണ് ആൾക്കാർക്ക് ഇപ്പോൾ ഇഷ്ടം. മറ്റേ ലാർജ് ദാൻ ലൈഫ് ഫിഗർ എനിക്ക് അറിഞ്ഞുകൂടാ എത്രത്തോളം, പ്രത്യേകിച്ച് നമ്മളൊക്കെ എങ്ങനെ ചെയ്താൽ എങ്ങനെയായിരിക്കും അത് വർക്കൗട്ട് ആവുക എന്നുള്ളൊരു സാധനമുണ്ട്. കുറച്ച് ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കണമെന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഈ ഫോളോയിങ്ങിന്റെ കാര്യം പറയുമ്പോഴേ ഈ കൂട്ടത്തിൽ ഷെയ്ൻ നിഗം ഫോളോ ചെയ്യുന്നത് ഇൻസ്റ്റയിൽ ആരെയൊക്കെ? നസ്ലൻ. ഓക്കെ, ഈ കൂട്ടത്തിൽ ആർക്കാണ് ജെൻസി ഫീമെയിൽ ഫാൻ ബേസ് കൂടുതൽ? ഭയങ്കര പണിയാണ്. 3 പേർക്കുണ്ട് ഇപ്പൊ. 3 പേർക്കുണ്ട്. ഓക്കെ, ഷെയ്ൻ നിഗത്തിനുള്ളതിനേക്കാൾ കൂടുതലുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടാവും, ചിലപ്പോൾ അറിയില്ല. ഇതൊക്കെ പറഞ്ഞാലും നസ്ലൻ, സന്ദീപ്, ഹാഷിർ ഇവരിൽ ആരാണ് ഷർട്ട്ലെസ് ആയി വന്ന തിയേറ്ററിൽ കൈയടി വീഴുക? ഞാൻ കണ്ടിട്ടില്ല ഇവരെ. കണ്ടില്ല, അതൊന്നും എനിക്ക് അറിയില്ല. ഓക്കെ, ഞാൻ കണ്ടിട്ടില്ല, അതൊന്നും എനിക്കറിയത്തില്ല. ഇൻസ്റ്റഗ്രാമില് മുഖം പൊത്തിപ്പിടിച്ചൊരു ഫോട്ടോ ഇട്ടാലും അപ്പൊ തന്നെ വൈറലാവുന്നത് ഇതിലാരുടെ ആയിരിക്കും? നസ്ലൻ, സന്ദീപ് ഓർ ഹാഷിർ? അതവർ ഇട്ടാലേ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഹാഷിറിന്റെ ആയിരിക്കും തോന്നുന്നു. ഓക്കെ, ഇപ്പൊ വാഴ ഭയങ്കര സെൻസേഷണൽ ആയിട്ട് നിൽക്കണോണ്ട് അങ്ങനെ നിൽക്കുവാണല്ലോ. അങ്ങനെയെങ്കിൽ നസ്ലൻ, സന്ദീപ്, ഹാഷിർ ഇവരിൽ ഇന്നൊരു സിനിമ കമ്മിറ്റ് ചെയ്ത ഹയസ്റ്റ് റെമ്യൂണറേഷൻ മേടിക്കാൻ സാധ്യതയുള്ളവരായിരിക്കും? എനിക്ക് തോന്നുന്നത് നസ്ലൻ ആയിരിക്കും. നസ്ലൻ, സന്ദീപ്, ഹാഷിർ ഈ കൂട്ടത്തിൽ ആദ്യം ഡിഫൻഡർ ഒക്ട എടുക്കാൻ പോകുന്നവരായിരിക്കും. അവർക്ക് ഈ വണ്ടിയാണ് എടുക്കേണ്ടതെന്ന് എങ്ങനെ അറിയാം? ചുമ്മാ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ, സൂപ്പർ ഹിറ്റ് വന്നാൽ അപ്പൊ ഡിഫൻഡർ എടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? അല്ല, ഞങ്ങൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ഡിഫൻഡർ മേടിച്ച് കാണാറുണ്ട്. ആരായിരിക്കും ഭാഗ്യം ഞാൻ ഡിഫൻഡർ എടുക്കാൻ പ്രഡിക്റ്റ് ചെയ്യണം. ഈ കൂട്ടത്തിൽ ആരായിരിക്കും ആദ്യം ഡിഫൻഡർ എടുക്കുന്നത്? എല്ലാവരും എടുക്കട്ടെ. നല്ല കാര്യം. അങ്ങനെയെങ്കിൽ ഈ കൂട്ടത്തിൽ ഷെയ്ന് കോമ്പറ്റീഷൻ ആകാൻ സാധ്യതയുള്ള ആരാ? 3 പേരില്ല. ആ വഴി വേറെ, ഈ വഴി വേറെ. വേറെ വഴിയിലും ഞാനും വേറെ വഴിയിൽ. അതായത് നമ്മളാരും ഒരേ പരിപാടിയിലല്ല ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നത്. സന്ദീപ് നിൽക്കുന്ന ഒരു പ്രോഗ്രാമിലോ അല്ലെങ്കിൽ നസ്ലൻ ചെയ്യണതോ ആഷിർ ചെയ്യണ പ്രോഗ്രാമോ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമോ ഇത് കംപ്ലീറ്റ്ലി വ്യത്യാസം. ഇവൻ മാത്യുവിനെ കൂട്ടി ഇവരെല്ലാവരും വെവ്വേറെ പരിപാടികളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്കൊരു ക്യാരക്ടറിനെ എഴുതുമ്പോൾ നമുക്ക് കറക്റ്റ് ചേരണ ആളെ പിടിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ വലിപ്പം തന്നെയാണ്. വളർന്നതിന്റെ കൂടെ
നല്ല കാര്യമാണത്. ഓക്കെ. ഈ കൂട്ടത്തിൽ ഷെയ്നൊപ്പം ഹൈറ്റ് ഉള്ളത് ആർക്കാന്ന് അറിയോ? സന്ദീപിനായിരിക്കും. സന്ദീപിനായിരിക്കും. ഈ കൂട്ടത്തിൽ ആദ്യം സ്റ്റേറ്റ് അവാർഡ് തൂക്കാൻ സാധ്യതയുള്ളത് ആരാണ്? നോ ഐഡിയ. No idea. 3 പേരും തൂക്കാം സാധ്യതയുണ്ട്. ഓക്കെ.